ശുക്കളായ മനുഷ്യന്മാരാണ്. ആ ഒരു ബോധം നമുക്ക് വേണം. റബ്ബിന്റെ മുമ്പിൽ വിനീതരായി ജീവിക്കണം. പ്രിയമുള്ളവരെ, തൗബ ചെയ്ത് റബ്ബിലേക്ക് മടങ്ങണം. 5 നേരത്തെ നിസ്കാരത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല. നിർബന്ധമായി നിസ്കരിച്ചോളണം. കളവ് പറയല്ലേ, ഗീബത്ത് പറയല്ലേ. പലിശയൊന്ന് ഹലാലായി കിട്ടിയെങ്കിലെന്ന് ചിന്തിക്കുന്നവരായി പോയി ഭൂരിപക്ഷവും. ഹലാലായില്ലെങ്കിലും വേണ്ടില്ല കൈകാര്യം ചെയ്യുന്ന എത്രയോ ആളുകളായി പോയി. അതാ കണ്ടില്ലേ, ഇന്ന് MLM, TLM, PLM 2-3 ഇംഗ്ലീഷ് അക്ഷരമിട്ട എത്രയെത്ര ഓൺലൈൻ ബിസിനസ്സുകളിൽ മുസ്ലിയാമാര് പലരും കുടുങ്ങിപ്പോയി. ഹലാലാണോ ഹറാമാണോ എന്നറിയുന്നില്ല, ഇടപാടെന്തെന്ന് വ്യക്തമല്ല, ലാഭം എവിടെ നിന്നെന്നറിയുന്നില്ല. അധ്വാനിക്കാതെ പൈസ കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോന്ന് നോക്കി ചിലപ്പോൾ ഭാര്യയുടെ പൊന്നു വിട്ടിട്ടും കൊടുക്കുകയാണ് ചെയിൻ ബിസിനസ്സിൽ. മോനെ, ഹലാലായ വരുമാനം വേണമെന്ന ഉറപ്പ് വേണം. നീ കഴിക്കുന്നത് ഹലാലാണെന്ന നിശ്ചയം വേണം. ഹലാലല്ലെങ്കിൽ നിന്റെ ഇബാദത്തിന് കാര്യമില്ല, നിന്റെ ദുആയിക്ക് കാര്യമില്ല. ഹറാമ് കഴിക്കുന്ന ഇമാമ് നേതൃത്വം കൊടുക്കുന്ന മഹല്ലിൽ ഇജാബത്തില്ലാത്ത ജമാഅത്താണ്. ഹറാമ് കഴിക്കുന്ന ഖതീബ് ഖുതുബ നടത്തുന്ന നാട്ടിൽ ബറക്കത്തില്ലാത്ത ഖുതുബയാണ്, ജുമുഅയാണ്. അതുകൊണ്ട് സൂക്ഷിച്ചോ, ഹലാലല്ലാത്ത ഭക്ഷണം വേണ്ട. ഇന്നൽ ഹലാല ബയ്യിനുൻ വ ഇന്നൽ ഹറാമ ബയ്യിനുൻ. ഹലാല് വ്യക്തമാണ്, വേജാറില്ല. ഹറാമും വ്യക്തമാണ്, സൂക്ഷിക്കാൻ എളുപ്പമാണ്. വബൈനഹുമാ ഉമൂറുൻ മുസ്തബിഹാത്തുൻ. വ്യക്തമല്ലാത്ത ചിലത് നടുവിലുണ്ട്. ലാ യഅലമുഹുന്ന കസീറും മിനന്നാസ്. ഏറെ ആളുകൾക്കും അതിനെ അറിയില്ല. അതുകൊണ്ട് നീ പടച്ചവനെ പേടിച്ചതിൽ നിന്ന് വിട്ടുനിന്നോ. ഇത്തഖുശുബ്ഹാത്ത്. നീ അവ്യക്തമായ ഇടപാടിൽ പെട്ടുപോകണ്ട. ആ ലാഭം വാങ്ങി നിന്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഭക്ഷണം കൊടുക്കണ്ട. ഹറാമാണെങ്കിലോ അവരുടെ പള്ളയിലെത്തി മജ്ജയും മാംസവും രക്തവുമായി മാറുന്നത് ആ ഹലാലല്ലാത്ത ഭക്ഷണമല്ലേ. സൂക്ഷിച്ചോ. നമുക്ക് സൂക്ഷിക്കാവുന്നത്ര സൂക്ഷിച്ച്, ഹലാലല്ലാത്തത് കൊണ്ട് ഭക്ഷണം കഴിക്കാൻ പാടില്ല, വിനിയോഗം നടത്താൻ പാടില്ല. പ്രിയമുള്ളവരെ, ഹറാമ് കാണാത്ത കണ്ണെവിടെ? ഹറാമ് തൊടാത്ത കയ്യെവിടെ? ഹറാമിലേക്ക് നടക്കാത്ത കാലെവിടെ? ഫഅന്നാ യുസ്തജാബു ലഹാ. പിന്നെങ്ങനെ ഇജാബത്ത് കിട്ടാനാണ്? നമ്മളൊക്കെ കുനൂത്തോതി കൊഴഞ്ഞു പോയി, കൊറോണ മാറിയില്ല. കുനൂത്തിന്റെ കുഴപ്പമല്ല, പടച്ചവന്റെ കുഴപ്പവുമല്ല, നമ്മുടെ കുഴപ്പം തന്നെയാണ്. ഓതിയത് നമ്മളായി പോയി എന്നതാണ്. നമ്മളൊന്ന് റെഡിയായാൽ റബ്ബിന്റെ ഔദാര്യം ഇങ്ങനെ വരും. അതല്ലേ ഐനായല്ലത്തി റഅത് അബാ യസീദനിൽ ബസ്താമി. ഒരു സംഘം ആളുകൾ മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. പക്ഷേ മഴയ്ക്ക് ഇജാബത്ത് കിട്ടുന്നില്ല, മഴ കിട്ടുന്നില്ല. അപ്പോ ഒരു സാധു മനുഷ്യൻ കടന്നു വന്നു, അങ്ങോട്ട് ചോദിച്ചു, എന്തേ നിങ്ങൾ ചെയ്യുന്നത്? ഞങ്ങൾ മഴയ്ക്ക് ദ്വാരക്കാണ്, മഴ കിട്ടുന്നില്ല. ഉടനെ മഹാനവറുകൾ 2 കണ്ണും ആകാശത്തേക്ക് ഉയർത്തി, എന്നിട്ട് റബ്ബിനോട് ദുആ ചെയ്തു, അല്ലാഹുമ്മ അൻസിലിസ് സമാഅ അലൈനാ മിദ്റാറാ. ഞങ്ങൾക്ക് മഴ വേണം റബ്ബേ. ബിഹഖി ഐനായല്ലത്തി റഅത് അബാ യസീദനിൽ ബസ്താമി. അബൂ യസീദുൽ ബസ്താമി തങ്ങളെ കണ്ട കണ്ണാണ്. ഈ കണ്ണിന്റെ ബറക്കത്ത് കൊണ്ട് മഴ തരണേ. അപ്പ നേതൃത്വം കൊടുത്ത മൊയ്ലിയാരി ചോദിക്കുകയാണ്, അബൂജഹലിന്റെ കണ്ണുകൊണ്ട് പ്രവാചകരെ കണ്ടിട്ടില്ലേന്ന്. അതല്ലേ ആ മുസ്ലിയാരുടെ കുഴപ്പം തന്നെ. അബൂജഹല് മുത്തുനബി തങ്ങളെ കണ്ടിട്ടില്ല, ആമിന ബീവിയുടെ മകനെ കണ്ടിട്ടുള്ളൂ. ആ അബൂജഹൽ കണ്ടത് അബ്ദുല്ലാഹി എന്നവരുടെ മകനെയാണ്, അബ്ദുൽ മുത്തലിബിന്റെ പേരക്കുട്ടിയെയാണ്. റസൂലുള്ള എന്ന നിലക്ക് കണ്ടില്ല. അതുപോലെ അബൂ യസീദുൽ ബസ്താമി തങ്ങളെ കാണണ്ട പോലെ കണ്ട കണ്ണാണ്. ആ കണ്ണ് റബ്ബിലേക്ക് ഉയർത്തിയപ്പോൾ മഴയങ്ങ് വീഴുകയാണ്. അതുപോലെ റബ്ബിനെ വിളിക്കേണ്ടതുപോലെ വിളിച്ച്, ഖുർആൻ ഓതേണ്ടതുപോലെ ഓതി, ദുആ ചെയ്യേണ്ടതുപോലെ ചെയ്ത്, സ്വലാത്ത് ചൊല്ലേണ്ടതുപോലെ ചെല്ലിയാൽ റബ്ബിന്റെ ഔദാര്യം വരും. ബേജാറ് വേണ്ട. നന്നാവേണ്ടത് നമ്മളു തന്നെ.
നമ്മൾ എത്ര അഹങ്കാരത്തിലാണ് ജീവിക്കുന്നത്. കല്യാണത്തിന്റെ ആർഭാടം ഇല്ലാതെയായോ? ഇല്ല. ഇവിടുത്തെ ചെറുപ്പക്കാരുടെ തോന്നിവാസങ്ങൾ ഇല്ലാതെയായോ? ഇല്ല. റബ്ബെങ്ങനെ അനുഗ്രഹം തരാനാണ്? ഹറാമല്ലേ പെരുകുന്നത്, തോന്നിവാസങ്ങളല്ലേ അധികരിക്കുന്നത്, അഹങ്കാരങ്ങളല്ലേ വർദ്ധിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എന്നോട് നസീഹത്ത് ചെയ്യുകയാണ്, എന്റെ സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കണം. ഇവിടെയൊന്നും ജീവിക്കാൻ ആരും വന്നിട്ടില്ല. ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും പോകേണ്ടവരാണ്. കഴിഞ്ഞയാഴ്ച എന്നെ വല്ലാതെ സ്വാധീനിച്ച ഒരു മരണമുണ്ട്. അതാരുടേതെന്നല്ലേ? ഞങ്ങളുടെ കൂടെ 1.5 കൊല്ലം ഒരേ ബെഞ്ചിൽ ഇരുന്ന് പഠിച്ച മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയ്ക്കടുത്ത് കുന്നപ്പള്ളിയിലെ അബ്ദുൽ ജലീൽ എന്ന ചെറുപ്പക്കാരൻ മരണപ്പെട്ട വാർത്തയറിഞ്ഞപ്പോൾ എനിക്കങ്ങ് വലിയ ബേജാറായി പോയി. അതേ, ഒപ്പമിരുന്ന ഒരാൾ യാത്രയായി കഴിഞ്ഞുപോയി. അല്ലാഹു ആ ചെറുപ്പക്കാരന്റെ ഖബർ സ്വർഗമാക്കി കൊടുക്കട്ടെ. ഇനി നമ്മളെ റബ്ബ് എപ്പോഴാണ് വിളിക്കുക? ഒന്നും കയ്യിൽ കരുതിയിട്ടില്ല. സ്വാലിഹീങ്ങളുടെ കയ്യിൽ പല അമലും ഉണ്ടായിരുന്നു, ഇമാമീങ്ങളുടെ കയ്യിൽ പല അമലും ഉണ്ടായിരുന്നു. നേരെ ചൊവ്വേ നിസ്കരിച്ച ഒരു നിസ്കാരം പോലും കയ്യിലില്ല. മര്യാദക്ക് ചെയ്ത ഒരു അമലും കയ്യിലില്ല. ഉള്ളത് പാവപ്പെട്ട മുഅ്മിനീങ്ങൾ, അവരോടൊപ്പം ഏതെങ്കിലും മജ്ലിസിൽ ചൊല്ലിയ സ്വലാത്തുകളാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഒക്കെ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. അവസാനം ഈമാൻ കൊണ്ട് ജ്വലിക്കുന്ന കൽബിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുറക്കെ ചൊല്ലി മരിക്കുന്നവരിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ. മുഅ്മിനീങ്ങളെ, ഞാൻ എന്നെയും നിങ്ങളെയും ഉപദേശം ഓർമ്മപ്പെടുത്തി നമുക്ക് ദുആ ചെയ്യാം. തഖ്വയോടെ ജീവിക്കണം, റബ്ബിനെ മറക്കരുത്, ഹറാമുകളിൽ വീഴരുത്. പലിശ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒഴിവാകണം. ലോൺ എടുത്തിട്ട് കുടുങ്ങി എത്ര ആളുകളുണ്ട്, രക്ഷപ്പെടാൻ നോക്കണം. മക്കളെ മുത്തഅല്ലിമീങ്ങളാക്കണം, ദീന് പഠിപ്പിക്കണം. ഭാര്യമാരെ നല്ലതുകൊണ്ട് നസീഹത്ത് ചെയ്യണം. ഭർത്താക്കൾ താരിഖു സ്വലാത്താണെങ്കിൽ നിസ്കരിക്കാൻ അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്യണം എന്നെല്ലാം ഓർമ്മപ്പെടുത്തി അല്ലാഹു ജല്ല ശഅനുഹു, ആകാശത്തിന്റെ അധിപനായ റബ്ബ് ഈ സദസ്സ് കാണുന്നുണ്ട്. ഭൂമിയുടെ സ്രഷ്ടാവായ റബ്ബ് ഇത് കാണുന്നുണ്ട്. നമ്മുടെ ആത്മാവ് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബ് ഇതറിയുന്നുണ്ട്. എപ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ ആത്മാവ് വന്നത്? റബ്ബ് നിശ്ചയിച്ചപ്പോഴാണ്. ഈ ലോകത്തേക്ക് നമ്മൾ എപ്പോഴാണ് വന്നത്? അവൻ നിശ്ചയിച്ചപ്പോഴാണ്. ശരീരത്തിന്റെ ഡിസൈൻ ആരാണ് ചെയ്തത്? ഞാനല്ല. എന്റെ ശരീരം ഡിസൈൻ ചെയ്തത് റബ്ബ് തന്നെയാണ്. എന്റെ നീളം നിശ്ചയിച്ചതാരാണ്? ഞാനല്ല, എന്റെ റബ്ബാണ്. എന്റെ വണ്ണം നിശ്ചയിച്ചതാരാണ്? ഞാനല്ല, എന്റെ റബ്ബാണ്. എന്റെ തലമുടിയിൽ രോമങ്ങൾ നരക്കണമെന്ന് തീരുമാനിച്ചത് ആരാണ്? എപ്പോഴാണ്? അത് റബ്ബിന്റെ പരമാധികാരമാണ്. എനിക്ക് തലവേദന വരണമെന്ന് ആരുടെ ഖളായിൽപ്പെട്ടതാണ്? റബ്ബിന്റെ നിശ്ചയത്തിൽപ്പെട്ടതാണ്. എനിക്ക് പനി വരണമെന്ന് തീരുമാനിച്ചത് ആരുടെ ഖളായിലുള്ളതാണ്? എനിക്ക് പനി വരണമെന്ന് ഒരിക്കലും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. റബ്ബിന്റെ ഖളാ ആണ്. എനിക്കെന്ന് പറയാൻ എന്നിൽ ഒന്നുമില്ല, എന്റെതെന്ന് പറയാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല. ഈ സംസാരിക്കുന്ന ഞാൻ സംസാരം പൂർത്തീകരിക്കണോ വേണ്ടേന്ന് തീരുമാനിക്കുന്നതും അവനാണ്. ഇന്ത്യ കണ്ട പ്രതിപാദനനായ പ്രസിഡന്റ് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് മരിച്ചുപോയത്. തീരുമാനം ആ പ്രസിഡന്റിന്റേതല്ല, അപ്പോൾ ഭരിച്ച പ്രസിഡന്റിന്റേതുമല്ല, ലോകത്തിന്റെ രക്ഷിതാവിന്റേതാണ്. പിന്നെ എനിക്കെന്ത് വമ്പ് പറയാനാണ്? എന്തധികാരം പറയാനാണ്? റബ്ബേ, ഞങ്ങൾ ഒന്നിനും കഴിവില്ലാത്ത അടിമകളാണ്. നീ ഞങ്ങൾക്ക് കരുണ ചെയ്യണം അല്ലാ. നല്ലൊരു സമയത്ത് നല്ല കലിമ ചൊല്ലി കടബാധ്യതകളില്ലാതെ മോശത്തരങ്ങളുടെ ഒരു സാഹചര്യവുമില്ലാതെ നല്ല നിലക്ക് ചിരിച്ചുകൊണ്ട് മരിക്കുന്നവരിൽ ഞങ്ങളെ പെടുത്തണം അല്ലാ. India's first and only smart grade mattress. The body goes soft comfort, back of firm support. The Sleep Company. Welcome to the Manyava